പവർലി അനാലിസിസ് പ്രോഗ്രാം നമ്മുടെ HVAC ഡിസൈനിലെ സോഫ്റ്റ്വെയർ അതിൻ്റെ ഒരു സീരീസ് ആയിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ജനറലായിട്ട് അതിൻ്റെ കുറേ ഇൻട്രൊഡക്ഷൻ തന്നിരുന്നു. ഇന്നിപ്പോൾ ഞാൻ അതിൻ്റെ കുറച്ച് ഷെഡ്യൂളിംഗ് പാർട്ട് മാത്രം ഡീൽ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്നു. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ജനറൽ ഒരു ഓപ്പൺ ചെയ്ത് ന്യൂ പ്രോജക്റ്റ് കൊടുക്കുമ്പോൾ ഇവിടെ പ്രോജക്റ്റിൻ്റെ വിൻഡോ ഓപ്പൺ ആകുമ്പോൾ തന്നെ അതിൻ്റെ ജനറൽ ഡീറ്റെയിൽസ് ഒക്കെയാണ് വരുന്നത്. അപ്പോൾ ഞാനിതിലിപ്പോൾ കൂടുതൽ ചേഞ്ചസ് ഒന്നും വരുത്തുന്നില്ല. സ്റ്റാൻഡേർഡ്സ് മാത്രം ഞാൻ കുറച്ച് കയറ്റിയിടാൻ പോവാ. 2010 സ്റ്റാൻഡേർഡ്സ് പോട്ടെ എന്നുള്ള രീതിയിൽ. ഓക്കെ കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് പല ഡീറ്റെയിൽസ് അതിൻ്റെ അകത്തുണ്ട്. വെദർ, സ്പേസസ്, സിസ്റ്റംസ്, പ്ലാൻസ്, ബിൽഡിങ്സ് എന്ന് പറഞ്ഞാൽ അതോടെ പ്രോജക്ട് ലൈബ്രറീസിൽ ഷെഡ്യൂൾസ്, വാൾസ്, റൂഫ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനതിൽ ഷെഡ്യൂൾസിൽ കോൺസെൻട്രേറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അതായത് എന്താണ് ഷെഡ്യൂൾ എന്നൊരു ഡീറ്റെയിലിംഗ്. അതായത് നമ്മളൊരു വർക്ക് തുടങ്ങുമ്പോഴത്തേക്ക് അവിടെ ആ ബിൽഡിങ്ങിന് എന്തിനു വേണ്ടിയാണെന്നുള്ളത് ആദ്യം ഒന്ന് മനസ്സിലാക്കേണ്ട ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ അത് സ്കൂളാണെങ്കിൽ അതിൻ്റെ പ്രവർത്തനം വ്യത്യാസമായിരിക്കും, ജിമ്മാണെങ്കിൽ അതിൻ്റെ പ്രവർത്തനം വ്യത്യാസമായിരിക്കും. ഉദാഹരണത്തിന് നമുക്ക് സ്കൂൾ പറയുകയാണെങ്കിൽ സ്കൂളിൻ്റെ അകത്ത് എപ്പോഴായിരിക്കും വർക്കിംഗ് ടൈം ഏകദേശം ഇപ്പോൾ ചിലപ്പോൾ ചില സ്കൂളുകൾ ഇപ്പോൾ 7 മണി തൊട്ട് 3 മണി വരെ അങ്ങനെയൊക്കെ പല പല ഷെഡ്യൂൾസ് ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ അത് ഫ്രീ ആയിരിക്കും. അവിടെ വെറുതെ അത്രയും ലോഡ് നമ്മൾ കൊടുക്കുന്നതിൽ അർത്ഥം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ആ അവർലി ബേസിസ് ആയിട്ട്, അതായത് എത്ര മണിക്കൂർ വർക്ക് ചെയ്യണം എന്നുള്ളതനുസരിച്ചെല്ലാം നമ്മൾ അതിൻ്റെ ഒരു ഷെഡ്യൂൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എനർജി സേവിങ് ഉണ്ടാവും. അതുകൂടാതെ നമുക്ക് കറക്റ്റ് ടണ്ണേജ് നമുക്കത് വഴി സെലക്ട് ചെയ്യാനുള്ള ഒരു വഴി നിരത്ത് തരും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിൽ ന്യൂ ഡിഫാൾട്ട് ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3 ഓപ്ഷനാണ് അതിൽ കാണുന്നത്. ഒന്ന് ഫ്രാക്ഷണൽ, ഒന്ന് ഫാൻ, പിന്നെ യൂട്ടിലിറ്റി റേറ്റ്, ടൈം ഓഫ് ഡേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിൽ സാമ്പിൾ ഷെഡ്യൂൾ ഞാൻ വെറുതെ സ്കൂൾ ടൈം എന്ന് പറഞ്ഞാൽ വെറുതെ സെറ്റ് ചെയ്യണം. ഞാൻ ജസ്റ്റ് ഒരു സ്കൂളിൻ്റെ പ്രോജക്റ്റ് ഒരു എക്സാമ്പിൾ ഇപ്പോൾ ഞാനിങ്ങനെ വായിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ അതിൽ നമ്മൾ ഈ സ്കൂൾ ടൈം എന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ സെറ്റ് ചെയ്തു. അതിനുശേഷം ഞാൻ ഓക്കെ കൊടുക്കുകയാണ്. അവിടെ നിൽക്കട്ടെ. അതിൻ്റെ അവർലി പ്രൊഫൈൽസ് ഉണ്ട്, അത് പറയാൻ വേണ്ടിയാണ് മെയിൻലി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവർലി പ്രൊഫൈൽസിൽ ഈ സ്കൂളിൻ്റെ പ്രോജക്റ്റിനെ ആസ്പദമാക്കിയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് 7 ദിവസം വർക്കിംഗ് ഡേ ആണ്. അപ്പോൾ യൂഷ്വലി സ്കൂൾസിൻ്റെ ഓരോ ദിവസവും സെയിം തന്നെ ആയിരിക്കും. അപ്പോൾ ഞാൻ സപ്പോസ് 7 ദിവസം 7 രീതിക്കാണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓരോ ദിവസത്തേക്ക് ഓരോ പ്രൊഫൈൽ സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ സപ്പോസ് ഞാൻ പ്രൊഫൈൽ 1 സെലക്ട് ചെയ്തു, എന്നിട്ട് അതിൽ ഓക്കെ കൊടുത്തു. ഒന്നും കൂടി അതിൻ്റെ അകത്തേക്ക് ചെല്ലട്ടെ. ഓക്കെ, പ്രൊഫൈൽ 1 കൊടുത്തു. അപ്പോൾ പ്രൊഫൈൽ 1 ഇപ്പോൾ ഇതിലൊരു എക്സാമ്പിൾ പറയുന്നത് നമ്മുടെ സ്കൂൾ ടൈം തുടങ്ങുന്നത് എപ്പോഴായിരിക്കും. ഇപ്പോൾ 00 എന്ന് പറഞ്ഞാൽ രാത്രി 12 മണി, 01, 02, 03 ഞാനൊരു 7 മണിക്കാണ് എൻ്റെ ഇത് തുടങ്ങുന്നതെന്ന്. അപ്പോൾ സപ്പോസ് ഇതെല്ലാം നമുക്ക് 0 ആക്കി കൊടുക്കാം അല്ലേ. ഇതെല്ലാം നമുക്ക് 0 ആക്കി കൊടുക്കാം. ഇങ്ങനെ എടുത്ത് 0 ആക്കി കൊടുക്കാം. അല്ലെങ്കിൽ ഷിഫ്റ്റ് അടിച്ചിട്ട് അങ്ങനെ സെലക്ട് ചെയ്തിട്ട് അങ്ങനെ 0 ആയിട്ട് പോകുന്നത്. അത് നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം കേട്ടോ. ജസ്റ്റ് ഇപ്പോൾ എല്ലാം 0 ആയിട്ട് കൊടുക്കുന്നു. അതായത് നമ്മുടെ സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 7 മണിക്ക് ആൾ വന്ന് തുടങ്ങി എന്ന് വിചാരിക്കുക. അപ്പോൾ ആ 7 മണി തൊട്ട് ഞാൻ AC ഓൺ ആക്കുകയാണ്. അപ്പോൾ 7 മണിക്ക് ഓൺ ആക്കുമ്പോഴത്തേക്ക് 100% ആവശ്യം ഉണ്ടാവില്ല, ചിലപ്പോൾ ഒരു 80-90% ആവശ്യം ഉണ്ടാവുള്ളൂ. അത് നമുക്ക് കൃത്യമായിട്ട് സെറ്റ് ചെയ്യാം. ഒന്നുമില്ലെങ്കിൽ ഇവിടെ നമുക്ക് എൻ്റർ ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ ക്ലിക്ക് ചെയ്ത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ 80% ഒരു 8 മണി 9 മണിയൊക്കെ ആകുമ്പോൾ ഫുൾ ലോഡ് എന്നുള്ള രീതിയിലൊക്കെ പോട്ടെ. എന്നിട്ടൊരു നമ്മുടെ 2 മണി മീൻസ് 14 ഇങ്ങനെ വായിക്കണേ. 14 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 മണിയായി. 2 മണി 3 മണി 3 മണി 4 മണി കിടക്കാം. നമുക്ക് 4 മണി വരെ സ്കൂളിൽ പോയി എന്ന് വിചാരിക്കുക സപ്പോസ്. അപ്പോൾ 4 മണിയായപ്പോഴത്തേക്കും നമ്മുടെ പരിപാടികളെല്ലാം കഴിഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ തൊട്ട് ബാക്കിയെല്ലാം 0 ആക്കി കൊടുക്കുക. ഞാൻ ഷിഫ്റ്റ് അടിച്ച് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇതെല്ലാം ആ റേഞ്ചിലേക്ക് വരും. പിന്നെ വളരെ 10%, 3% എന്നൊക്കെ പറഞ്ഞാൽ എന്തെങ്കിലും സെക്യൂരിറ്റി റൂമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, പിന്നെ സെർവർ റൂംസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനു വേണ്ടി നല്ല രീതിയിൽ ആ പ്രൊഫൈൽ അങ്ങനെ സെറ്റ് ചെയ്യുന്നുള്ളൂ. അത് ചെയ്യണമെങ്കിൽ ചെയ്യാം. ഞാനിപ്പോൾ എല്ലാം 0 ആക്കുകയാണ്. സ്കൂളിൽ ഡിപ്പെൻഡ് ചെയ്ത് ഇവിടെ ഒരെണ്ണം ഇങ്ങനെ കിടക്കുന്നുണ്ട്. അത് ഇവിടെ 6 മണിയാകുമ്പോൾ വന്ന് ഓണാക്കിയെന്നോ അങ്ങനെ എന്തെങ്കിലും വിചാരിക്കട്ടെ. ആ ഒരു രീതിയിൽ പോട്ടെ. അല്ലെങ്കിൽ അതും 0 ആക്കിക്കോ. അപ്പോൾ നമുക്ക് ഇത്ര മണിക്കൂറേ ഉള്ളൂ
ശരിക്കും വർക്കിംഗ് ടൈം. അപ്പോൾ ഓക്കെ കൊടുക്കുക. ഒന്നും കൂടി അതൊന്ന് ക്ലിക്ക് ചെയ്യട്ടെ കേട്ടോ. എന്നിട്ട് നമുക്കിത് അസൈൻ ചെയ്യാൻ പറ്റും. അതായത് ഏതൊക്കെ ദിവസം ആണ് ഈ ഒരു പ്രൊഫൈൽ വർക്ക് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഈ പ്രൊഫൈല് തന്നെയാണ് എല്ലാ മാസമെങ്കിൽ അത് ഈ മാസത്തിൻ്റെ കണക്കാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. അതാണ് ഈ മുകളിൽ കൊടുത്തേക്കുന്നത്. ഈ ലെഫ്റ്റ് സൈഡിൽ കാണിച്ചേക്കുന്നത് മൺഡേ, ട്യൂസ്ഡേ ടു ഹോളിഡേ ആണ് കാണിച്ചേക്കുന്നത്. അപ്പോൾ ജാനുവരിയിൽ ഏത് പ്രൊഫൈലിൽ വർക്ക് ചെയ്യണം എന്നുള്ളത്, അതിൽ മൺഡേ എങ്ങനെ വർക്ക് ചെയ്യണം എന്നുള്ളതൊക്കെ നമുക്കിതിൽ സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഞാനത് 1 ആക്കി കൊടുത്താൽ പ്രൊഫൈൽ 1 വർക്ക് ചെയ്യും. അപ്പോൾ ഞാൻ എന്നിട്ടത് സെലക്ട് ചെയ്ത് അതിൽ 1 ക്ലിക്ക് ചെയ്താൽ 1 ആവും. അപ്പോൾ നിങ്ങളത് ഇത് വർക്ക് ചെയ്ത് പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സിമ്പിളായിട്ട് ക്ലിക്ക് ചെയ്ത് ചെയ്യാവുന്ന കേസുകളേ ഉള്ളൂ ഇതിൻ്റെ അകത്ത്. അപ്പോൾ അങ്ങനെ ഓരോ ദിവസവും നമുക്ക് 1 പ്രൊഫൈൽ തന്നെ മതിയല്ലോ. ഇപ്പോൾ മൺഡേ ടു ഫ്രൈഡേ ഇത് തന്നെ മതിയല്ലോ 1. അപ്പോൾ അത് ഞാൻ 1 ആക്കി. ഇനി നമുക്ക് പ്രൊഫൈൽ 2 എടുത്തിട്ട് പ്രൊഫൈൽ 1 മതി ഇവിടെ. ഓക്കെ, സെറ്റ്. ഇനി നമുക്ക് ഒരു പ്രൊഫൈലും കൂടി ശരിക്കും ഉണ്ടാക്കണം. അപ്പോൾ അത് ഞാൻ ഒന്നുകൂടി അവർലി പ്രൊഫൈൽസ് ചെയ്തിട്ട് പ്രൊഫൈൽ 2 അതിനകത്ത് ഇങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് വെക്കേഷൻസ്, ഹോളിഡേ ഒക്കെ വരില്ലേ, അപ്പോൾ അതെല്ലാം നമുക്ക് ഒറ്റ ലോഡും പാടില്ല. അപ്പോൾ അതാണ് എൻ്റെ അകത്ത് കാണിക്കാൻ പോകുന്നത്. ഞാൻ എല്ലാത്തിൻ്റെ 0 ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് പ്രൊഫൈൽ 2 എന്ന് പറഞ്ഞാൽ അങ്ങനെ കിടക്കട്ടെ. എന്നിട്ട് ഞാൻ ഒന്നുകൂടി ഇതിൽ അസൈൻമെൻറ്റ്സ് എടുത്തിട്ട് ഉണ്ട്. ഇപ്പോൾ പ്രൊഫൈൽ 2 ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ സാറ്റർഡേ ഒന്നും ഇല്ല എന്നുള്ള രീതിയിൽ, സാറ്റർഡേ, സൺഡേ, ഹോളിഡേയ്സും ഇല്ല എന്നുള്ള രീതി. ഹോളിഡേ നമുക്ക് അസൈൻ ചെയ്യാനുള്ള വേറൊരു പാർട്ട് ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. ഞാൻ ഷിഫ്റ്റ് അടിച്ച് എല്ലാം കൂടി സെലക്ട് ചെയ്ത് ഇതെല്ലാം പ്രൊഫൈൽ 2. അപ്പോൾ ഇവിടെ 2 പ്രൊഫൈലേ ഉള്ളൂ എന്നുള്ള രീതിയിൽ. അതിൽ വേറൊരു സംഭവം കൂടി ഉണ്ട്. നമ്മളൊരു കാര്യം കൂടി നോക്കണം. ഫോർ ദ മന്ത് നമുക്ക് വെക്കേഷൻ വന്നെന്താ, ഇപ്പോൾ ഏപ്രിൽ, മെയ് ഒക്കെ വെക്കേഷൻ ആകാം. അപ്പോൾ വേണമെങ്കിൽ ആ ഏപ്രിൽ, മെയ് എന്ന് പറഞ്ഞ ആ ടൈമിൽ നമുക്ക് ഇത് ഫുള്ളും ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് പ്രൊഫൈൽ 2 ആക്കി കൊടുക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് നോർമൽ മാസത്തിലെല്ലാം മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ എല്ലാം ഈ പ്രൊഫൈൽ 1 വെച്ച് വർക്ക് ചെയ്യും. അല്ലാത്ത മാസങ്ങളിൽ അത് പ്രൊഫൈൽ 2 ആയിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ ഇതിലും കുറേയും കൂടി വേണമെങ്കിൽ നമുക്ക് പല പല മാറ്റങ്ങൾ വരുത്താനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഇപ്പോൾ വേറൊരു ഓഫീസ് ടൈപ്പ് ബിൽഡിംഗ് ഒക്കെ ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ 7 ദിവസം 8 ദിവസം ഉണ്ടാവുമല്ലോ മിക്കവാറും. ഐ മീൻ 6 ദിവസം സാറ്റർഡേസ് ഒക്കെ ഉണ്ടാവുമല്ലോ. സൺഡേ ചിലപ്പോൾ അവധി എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ സൺഡേ ചില വർക്കിംഗ് ഓവർ ടൈമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ 8 പ്രൊഫൈൽസ് ഉണ്ട്. അപ്പോൾ ഈ 8 പ്രൊഫൈൽസ് എങ്ങനെ വേണമെങ്കിലും അസൈൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ 7 ദിവസത്തിനും പിന്നെ ഹോളിഡേയ്സിനും. ഇപ്പോൾ സാധാരണ ഹോളിഡേയ്സ് വരുമ്പോൾ കോമൺലി എല്ലാം അടച്ചിട്ട് വരുന്ന ഒരു ഇതൊക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ അതെങ്ങനെ വേണമെങ്കിൽ നമുക്ക് അസൈൻ ചെയ്യാം. 8 ഓപ്ഷൻസ് നമുക്കുണ്ട്. അത് നമ്മൾ അതിൻ്റെ വർക്കിംഗ് ഇതൊരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ്. കാരണം അവിടുത്തെ ആ പ്രൊഫൈൽ അനുസരിച്ചായിരിക്കും ബാക്കി നമ്മളുടെ കാൽക്കുലേഷൻസ് ഒക്കെ പോകാൻ പോകുന്നത്. എന്ന് വെച്ചാൽ അവിടെ ആവശ്യമുള്ള രീതിയിലുള്ള ടണ്ണേജ് മാത്രമേ സെലക്ട് ചെയ്യുള്ളൂ. ഈ ഒരു അവർലി പ്രൊഫൈലും ബേസ് ചെയ്തിട്ട്. പിന്നെ ഇതിൽ ഒരു കാര്യം കൂടി പറയാനുള്ളത്, നമ്മളിപ്പോൾ പറഞ്ഞത് കൺട്രോളബിൾ ആയിട്ടുള്ള, അതായത് കൃത്യമായിട്ട് ടണ്ണേജ് കൺട്രോൾ ചെയ്യാൻ പാകത്തിലുള്ള ടൈപ്പ് കാര്യങ്ങളാണ്. അതായത് ചില്ലർ പ്ലാന്റ് പോലത്തെ ഉള്ളതോ അല്ലെങ്കിൽ VRV സിസ്റ്റംസ് പോലത്തെ ഉള്ളതോ ഉള്ള ഇതിനാണ് ഈ ഒരു കൺട്രോളിങ് ഇത്രയും പെർസെൻറ്റേജ് വൈസ് എളുപ്പമാക്കുന്നത്. അതായത് നമ്മളിപ്പോൾ എയർ ഹാൻഡ്ലിംഗ് യൂണിറ്റ് പോലത്തെ സാധനങ്ങളിലൊക്കെ വേരിയബിൾ ഫ്രീക്വൻസി ഡ്രൈവ്, VFD എന്ന് പറഞ്ഞ ഡ്രൈവൊക്കെ യൂസ് ചെയ്ത് അതിൻ്റെ ബ്ലോവറിൻ്റെ സ്പീഡും അതുകൂടാതെ അതിൻ്റെ ചില്ലർ വാട്ടറിൻ്റെ ഒരു അളവൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഈ കൂളിംഗ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. എന്നാൽ ചില കേസുകളുണ്ട് ഫാൻ പോലത്തത്. അപ്പോൾ അതാണ് നമ്മുടെ സെക്കൻഡ് ഫാൻ തെർമോസ്റ്റാറ്റ് യൂണിറ്റ്. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് കുറച്ച് വ്യത്യാസം വരും. ഇപ്പോൾ ഫാൻ എടുത്ത് അതിൻ്റെ അവർലി പ്രൊഫൈൽസ് നമ്മൾ ഇനി ശ്രദ്ധിക്കുകയാണെങ്കിൽ സെയിം ആ പ്രൊഫൈൽസ് ഇതേപോലെ ഉണ്ടാവും. പക്ഷെ അതിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഉണ്ടാവും ഒക്യുപ്പൈഡ് ഓർ അൺഒക്യുപ്പൈഡ് അങ്ങനെ ഒരു ഓപ്ഷനാണ്. അതായത് നമ്മളിപ്പോൾ ഫാൻ തെർമോസ്റ്റാറ്റ് എന്ന് പറഞ്ഞ ആ ഒരു ഷെഡ്യൂൾ ടൈപ്പ് എടുക്കുകയാണെങ്കിൽ നമുക്ക് 2 ഓപ്ഷനേ ഉള്ളൂ. ഇതേപോലെ പെർസെൻറ്റേജ് വൈസ് ഒന്നും സെറ്റ് ചെയ്യാൻ പറ്റില്ല. ഏത് പ്രൊഫൈലും എടുക്കാം. പക്ഷേ ആ പ്രൊഫൈലിൽ
ഐദർ ഓൺ ഓർ ഓഫ്. അപ്പോൾ ചിലപ്പോൾ ചില സ്കൂളുകളിൽ അങ്ങനെ ആയിരിക്കുമല്ലോ. ഞാനിപ്പോൾ സ്കൂളിൻ്റെ എക്സാമ്പിൾ തന്നെ പറയുകയാണെങ്കിൽ നമുക്ക് ആ സ്കൂൾസിൽ അങ്ങനെയല്ല ഓപ്ഷൻ ഉണ്ടാവുള്ളൂ. നമുക്കത് ഓഫ് ചെയ്യാം, ഓൺ ചെയ്യാം. അല്ലാണ്ട് ഇതേപോലെ എത്ര പെർസെൻറ്റേജ് വർക്ക് ചെയ്യണമെന്നുള്ള വാശി പിടിക്കാൻ നമുക്ക് ചിലപ്പോൾ അവിടെ ഓപ്ഷൻ ഉണ്ടാവില്ല. ചില ഓഫീസുകൾക്ക് നമുക്ക് ഈ ഒരു പോസിബിലിറ്റി നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോസിബിലിറ്റി നമുക്ക് യൂസ് ചെയ്യാം. ബാക്കിയെല്ലാം സെയിം തന്നെ. അതിൻ്റെ അകത്ത് അസൈൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം സെയിം തന്നെ. അപ്പം നമുക്ക് അങ്ങനെയും ഷെഡ്യൂൾ ചെയ്യാം. ഓക്കെ. അപ്പോൾ ഈ 2 ടൈപ്പ് ഷെഡ്യൂളാണ് ഇപ്പോൾ ഇതിൽ മനസ്സിലാക്കുന്നത്. നമുക്കിതിൻ്റെ വേണമെങ്കിൽ എന്താണ് നമ്മൾ ഡാറ്റ ഇൻപുട്ട് ചെയ്തേക്കുന്നത് നമുക്ക് വ്യൂ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതേപോലെ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ വ്യൂ ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ ഈ വ്യൂ ഓപ്ഷനിൽ നമുക്ക് കാണാം അവർലി പ്രൊഫൈൽസ് എന്ന് പറഞ്ഞ ഓരോ അവേഴ്സ് 0, 0 to അങ്ങനെ പോകുന്നുണ്ട്. 23 വരെ പോകുന്നുണ്ട്. പ്രൊഫൈൽ 1, പ്രൊഫൈൽ 2, പ്രൊഫൈൽ 2-ലെല്ലാം 0 ആയിരുന്നല്ലോ. പിന്നെ നമ്മുടെ അസൈൻമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ അസൈൻ ചെയ്തേക്കുന്നത്, ജനുവരിയിലെ മൺഡേ എങ്ങനെ വർക്ക് ചെയ്യണം, ട്യൂസ്ഡേയ്സ് എങ്ങനെ വർക്ക് ചെയ്യണം, അങ്ങനെയുള്ള രീതിയിലെല്ലാം ഇതിൻ്റെ അകത്ത് എങ്ങനെ കൊടുത്തേക്കുന്നത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് അതിൻ്റെ അകത്ത് വരും. ഇതിവിടെ നിങ്ങൾക്ക് പ്രോജക്റ്റ് ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ പ്രോജക്ട്സിൻ്റെ ഡീറ്റെയിൽസ് പോയി കഴിഞ്ഞാൽ ഇവിടെ റിട്രൈവ് ഹാപ്പ് എന്ന് പറഞ്ഞ സംഭവം കിടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ കുറേ ഫയൽസ് ഓപ്പൺ ചെയ്ത് വരും. ഈ ഫയൽസിൻ്റെ താഴത്തേക്ക് പോയി കഴിഞ്ഞാൽ ഹാപ്പ് ഷെഡ്യൂൾസ് എന്ന് പറഞ്ഞൊരു സാധനം കാണാം. അത് ഓപ്പൺ അടിക്കുക. അപ്പോൾ ഇങ്ങനെ അതിൻ്റെ ഒരു വിൻഡോ വരും. അതിൻ്റെ പ്രോപ്പർട്ടീസ് അങ്ങനെയൊക്കെ കിടക്കുന്നുണ്ടാവും. ഇത് ഞാൻ റിട്രൈവ് എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ റിട്രൈവ് ആയിട്ടുണ്ട്. ഉണ്ട്. അതിൽ നമുക്ക് കുറേ ഷെഡ്യൂൾസ് അതിൻ്റെ അകത്ത് ഇങ്ങനെ വരും. അതായത് നമ്മൾ ആ ഷെഡ്യൂൾസ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു ഏത് ടൈപ്പ് ബിൽഡിങ്ങിനും വേണ്ട ടൈപ്പുള്ള ഷെഡ്യൂൾസ് ഇതിൽ അവൈലബിൾ ആണ്. കണ്ടോ, അസംബ്ലി എലിവേറ്റേഴ്സിനുള്ള ഷെഡ്യൂൾസ്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അവർലി പ്രൊഫൈൽസ് ഒക്കെ ഓൾറെഡി പ്രീ ഡിഫൈൻഡ് ആണ്. നമുക്ക് കൂടുതൽ പണിയെടുക്കണ്ട. അപ്പോൾ അതെങ്ങനെ മന്ത്ലി വർക്ക് ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് എന്തെങ്കിലും കസ്റ്റമൈസ് ചെയ്യണം ചെയ്യാം കേട്ടോ. അതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് കസ്റ്റമൈസ് ചെയ്താൽ മതി. സെയിം സാധനം കസ്റ്റമൈസ് ചെയ്യേണ്ട, ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെ നമുക്ക് എന്ത് സാധനം അതിൻ്റെ അകത്ത് അസംബ്ലി ഓഫ് HVAC, അസംബ്ലി ഓഫ് ലൈറ്റ്സ്, അതേപോലെ ഒക്യുപ്പൻസ്, ഹെൽത്ത് എലിവേറ്റേഴ്സ്. ഞാനിപ്പോൾ ഫസ്റ്റ് വീഡിയോയിൽ ജസ്റ്റ് എല്ലാത്തിൽ കൂടി ജസ്റ്റ് ഗോ ത്രൂ ചെയ്ത് പോയില്ല. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ കണ്ടിരുന്നു ലൈറ്റ്, എക്യുപ്മെൻറ്റ് ലോഡ്, അങ്ങനെ എല്ലാ ലോഡുകൾക്കും നമുക്ക് ഷെഡ്യൂൾ ചെയ്യാമെന്ന് പറഞ്ഞില്ല. അപ്പോൾ അത് വിശദമായിട്ട് ഷെഡ്യൂൾ ചെയ്യുന്ന കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ വിശദമായിട്ട് ഷെഡ്യൂൾ ചെയ്യുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ ഇത് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ അസംബ്ലി HVAC ഉണ്ട്, ഇത് അസംബ്ലി റിലേറ്റഡ്, ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ളത്, ഹോട്ടൽ റിലേറ്റഡ് ആയിട്ടുള്ള, ഓഫീസ് റിലേറ്റഡ് ഉണ്ട്, പാർക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ളത്, സ്കൂൾ റിലേറ്റഡ് ആയിട്ടുണ്ടാവും. താഴത്തേക്ക് പോയി കഴിഞ്ഞാൽ സ്കൂൾസ് റിലേറ്റഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് സ്കൂൾ പ്രൊജക്റ്റ് നോക്കി സ്കൂളിൻ്റെ ലൈറ്റ്സ്, സ്കൂളിൻ്റെ ഒക്യുപ്പൻസ്. അപ്പോൾ അത് നമുക്ക് ഏതൊരു സാധനം നമുക്കിതിൽ അവൈലബിൾ ആണ്. വെയർ ഹൗസസ് ഉണ്ടെങ്കിൽ അങ്ങനെ. ഇനി എന്നിട്ട് നമ്മൾ ആ ഷെഡ്യൂള് സെലക്ട് ചെയ്തിട്ട് നമ്മുടെ ആവശ്യം അനുസരിച്ച് വേണമെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പോൾ സ്കൂൾസ് തന്നെ നമുക്ക് നമ്മുടെ സ്കൂളിൻ്റെ പ്രൊഫൈൽ വേറെ രീതിയാണെങ്കിൽ അത് നമുക്ക് അതിൻ്റെ അകത്ത് മോഡിഫൈ ചെയ്താൽ മതി. ഇതിങ്ങനെ റൈറ്റ് ക്ലിക്ക് ചെയ്താൽ ഡ്യൂപ്ലിക്കേറ്റ് വരും. ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. കാരണം നമ്മൾ ഇത് പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ളത് നമ്മുടെ ഇതിൽ ഫയൽ എടുത്താണ്, അത് നമ്മൾ റിട്രൈവ് ചെയ്ത് എടുത്തതാണ്. അപ്പോൾ നമ്മൾ അതിൽ തന്നെ എഡിറ്റ് ചെയ്താൽ പിന്നെ അത് അതിൽ സേവ് ആയി പോകും. അപ്പോൾ ബെറ്റർ നമ്മളൊരു വേറൊരു സംഭവം എടുത്തിട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക, എന്നിട്ട് അതിൽ ചെയ്യുക. അപ്പോൾ ജസ്റ്റ് ഇപ്പോൾ സ്കൂളിലെ ലൈറ്റിൻ്റെ ഒരു എക്സാമ്പിൾ, അവർലി പ്രൊഫൈൽസ് കണ്ടോ, അവരുടെ ഞാൻ പ്രൊഫൈൽ എടുത്തു കഴിഞ്ഞാൽ കാണാം. കണ്ടോ, നമ്മൾ പറഞ്ഞ പോലെ 7 മണി തൊട്ട് ഇവരിപ്പോൾ വന്നേക്ക് 21 മണി എന്ന് പറയുമ്പോൾ 9 മണി വരെയൊക്കെയുള്ള രീതിയിലാണ് ഇവർ ഡിസൈൻ ചെയ്തേക്കുന്നത്. അപ്പോൾ അത് ഡിഫറെൻറ്റ് സ്കൂളാണ്. സൺഡേയ്സ് എല്ലാം ഇങ്ങനെ സൺഡേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കിടക്കുന്നുണ്ട്. വീക്ക് ഡേ, അപ്പോൾ ആ പ്രൊഫൈലിൻ്റെ പേരങ്ങ് മാറ്റി സാറ്റർഡേ, സൺഡേ, വീക്ക് ഡേ എന്ന് പറഞ്ഞാൽ അങ്ങനെ ആക്കി എടുത്തു. സൺഡേ ഇതാട്ടോ, സൺഡേയിൽ 5% ലോഡ് എന്നുള്ള രീതിയിലാണ്, ലൈറ്റ് ലോഡാണ്. ലൈറ്റ് ലോഡിൻ്റെ ഇതിനാണ് ഇങ്ങനെ ചെയ്തത്. സ്കൂൾസ് ലൈറ്റ് ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സ് അതായിരിക്കും ഉദ്ദേശിച്ചിരിക്കുന്നത്. സ്കൂൾ HVACക്ക് വേറെ രീതിക്കാണ് കൊടുത്തിരിക്കുന്നത്. അവർലി പ്രൊഫൈൽസ് വേറെ രീതിക്കാണ് പോകുന്നത്. അപ്പം നമ്മൾ കണ്ടോ, ഇതിൽ എല്ലാ വീക്ക് ഡേ, സാറ്റർഡേ, സൺഡേ എന്നൊക്കെ പറഞ്ഞ പ്രൊഫൈൽ യൂസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാം. അസൈൻ ചെയ്തേക്കുന്നതും കാണാം.
അപ്പോൾ അങ്ങനെ ഓരോ ഡിഫറെൻറ്റ് സിനാരിയോസ് നമുക്കിതിൽ വർക്കൗട്ട് ചെയ്ത് നോക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഇത് പർച്ചേസ് ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് വർക്കൗട്ട് ചെയ്താൽ നല്ലതാണ്. നമുക്ക് ഭയങ്കര സ്കോപ്പുള്ളൊരു സോഫ്റ്റ്വെയർ ആണ്. ഇപ്പോൾ GCC രാജ്യങ്ങളിലായാലും പുറത്തുള്ള രാജ്യങ്ങളിലായാലും ഇതിൽ യൂസ് ചെയ്തിട്ട് നിറയെ പ്രോജക്ട്സുകൾ ചെയ്യപ്പെടുന്നുണ്ട്. ചിലത് ഞാൻ നേരത്തെ പല വീഡിയോസിലും പറഞ്ഞ പോലെ തന്നെ നമ്മൾ സ്ക്വയർ ഫീറ്റ് ഇത്ര സ്ക്വയർ ഫീറ്റിന് ഇത്ര ടൺ എന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ പോകാറുണ്ട്. അതൊക്കെ റഫ് കാൽക്കുലേഷനാണ്. നമുക്ക് ഫെയർലി പക്ക പെർഫെക്റ്റ് ആയിട്ടൊക്കെ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇത് തന്നെ വേണ്ടി വരും. അപ്പോൾ ഇതിൻ്റെ അകത്ത് അസൈൻമെൻറ്റ്സ് രീതിയിലും നമുക്ക് നോക്കാം. വ്യൂ ഇൻപുട്ട് ഡാറ്റ എന്ന് പറഞ്ഞ് നോക്കിയാൽ അതിൻ്റെ അകത്തും ഞാൻ നേരത്തെ കാണിച്ചു കൊടുത്ത പ്രൊഫൈൽസ് ഇതിൻ്റെ അകത്ത് കയറി വരും എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അതിൽ എന്തൊക്കെ അവർലി പ്രൊഫൈൽസ് എങ്ങനെയുണ്ട്, എങ്ങനെയാണ് അതിൻ്റെ. കാരണം ഇത് എലിവേറ്റർ യൂസ് ചെയ്യുന്നതിൻ്റെ പ്രൊഫൈലാണ്. ഫോർ എക്സാമ്പിൾ ഇത് കാണിച്ചിരിക്കുന്ന ഓഫീസിലുള്ള. അപ്പോൾ നമുക്ക് സ്കൂൾസിൽ ഓഫീസ് ഉണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ ഇത് വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ ഇതിലേക്ക് ഇൻകോപ്പറേറ്റ് ചെയ്ത് നമുക്ക് ചെയ്യാം. മൾട്ടിപ്പിൾ പ്രൊഫൈൽസ് നമ്മൾ എടുത്ത് ഇൻകോപ്പറേറ്റ് ചെയ്ത് നമുക്ക് ഷെഡ്യൂൾസിൽ ചെയ്യാം. അപ്പോൾ ഇതാണ് ഇത് ഷെഡ്യൂളിങ്ങിനെ പറ്റി പറയാനുള്ളത്.